അവർ ജസ്റ്റ് 10-12 വയസ്സുള്ള 2 പൊടിക്കുഞ്ഞുങ്ങളല്ലേ. അപ്പം ഈ ഒരു ആസ്പെക്റ്റ് ചർച്ച ചെയ്യാതെ ഷൈനി എന്തോ വലിയൊരു മഹത്തരമായ ഒരു കാര്യമാണ് ചെയ്തത് എന്നുള്ള ഒരു തെറ്റായ ധാരണ ഈ സമൂഹത്തിൽ പരത്തി കഴിഞ്ഞെന്നാൽ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കോട്ടയം ഏറ്റുമാനൂരിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ആത്മഹത്യ ചെയ്ത ഷൈനിയുടെ വിവരം എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് കുറേ വീഡിയോകൾ ചെയ്തു. എന്നാൽ ഈ ഒരു കേസ് എങ്ങും എത്താതെ നിൽക്കുന്ന സമയത്ത് ഒരു വേന്ദ്രൻ, അതും UK നിന്നുകൊണ്ട് തന്നെ ഒരു ക്നാപ്പൻ, ഈ പറയുന്ന ഷൈനിക്കെതിരെ കേസ് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ വീരവാദം മുഴക്കിക്കൊണ്ട് ഇയാൾ രംഗത്തെത്തിയിട്ടുണ്ട്. അവൻ പറയുന്ന പല കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ അവൻ്റെ ചപ്പക്കുറ്റി കിട്ടണം കൊടുക്കാനായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അവനെയാണ് നമ്മളൊന്ന് പറയാനായിട്ട് പോകുന്നത്. എന്തായാലും അവൻ്റെ ആ വോയിസ്, അവൻ ഈ പറയുന്ന, അവൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഷൈനിക്കെതിരെ അവൻ കണ്ടുപിടിച്ചിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അത് നിങ്ങളൊന്ന് കേൾക്കണം. കേട്ടതിന് ശേഷം ഞാൻ പറയാം, ഇവനുള്ള മറുപടി ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾ അവന് കൊടുക്കാനുള്ള മറുപടി നിങ്ങൾ കമന്റ് ബോക്സിൽ അങ്ങോട്ട് എഴുതിയിട്ടേരെ. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് തുടങ്ങാം അല്ലേ? ഇപ്പൊ ഞാൻ UK ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പലരും പല യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസോ ഒന്നും തന്നെ ചർച്ച ചെയ്യാത്ത ഒരു ഏരിയയെ പറ്റി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു യൂട്യൂബേഴ്സ് പോലും സംസാരിക്കാത്ത വിഷയത്തെക്കുറിച്ച് പുള്ളിക്കാരൻ പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഭയങ്കര എന്താ പറയുക, കണ്ടുപിടുത്തത്തിൻ്റെ അങ്ങേ അറ്റത്തെ ആളാണ് പുള്ളിക്കാരൻ. വിളിച്ച് പറയാൻ പോകുന്ന കാര്യങ്ങളാണ് ഇനി നിങ്ങൾ കേൾക്കേണ്ടത്. അത് നിങ്ങൾ കേൾക്കണം, കേട്ടു നോക്കൂ. ശരിയാണ്, ഷൈനി വളരെ, എല്ലാവർക്കും ഷൈനിയുടെ കാര്യത്തിൽ വളരെ ദുഃഖമുണ്ടെങ്കിൽ പോലും ഷൈനി കാണിച്ചതൊരു നിയമപരമല്ലാത്തൊരു കാര്യമല്ലേ ചെയ്തത്. അവർ നിയമപരമായിട്ട് ശിക്ഷിക്കപ്പെടേണ്ട ഒരു കാര്യമല്ലേ ഷൈനി ചെയ്തത്. അതെ മോനെ, അതെ. അതായത് ഷൈനി നിയമപരമായിട്ട് ശിക്ഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഷൈനി ചെയ്തത്. എടാ എൻ്റെ പൊന്നു മോനെ, നീ അവരുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളവനല്ലയോടാ. എടാ, നിനക്കറിയത്തില്ലായിരുന്നോടാ ഷൈനിക്ക് ഇങ്ങനത്തെ ഒരു വിഷയമുണ്ടെന്നുള്ള കാര്യം? അറിയാമെങ്കിൽ നീ എന്ത് ചെയ്യണമായിരുന്നു? നീ UK നീ എന്തെങ്കിലും ആ പെങ്കൊച്ചിനെ ഒന്ന് സഹായിക്കണ്ടേ? ആ പെങ്കൊച്ച് ചെയ്തത് തെറ്റാണ് എന്ന് നമുക്കറിയാം. അല്ല എങ്കിൽ ഈ പെൺകൊച്ച് ഇതിങ്ങനെ ഒരു വിഷയമുള്ളത് സോഷ്യൽ മീഡിയയിൽ പറയുകയോ ആ ചുറ്റുപറ്റത്തുള്ള ആരുടെയും പറയുകയോ ചെയ്തിരുന്നെങ്കിൽ അവർ സാമ്പത്തികമായി സഹായിച്ചേനെ. അതൊക്കെ ഒരു വിഷയം തന്നെ. പക്ഷെങ്കിൽ ഈ പെണ്ണിൻ്റെ മാനസികാവസ്ഥ, ഈ ഷൈനിയുടെ മാനസികാവസ്ഥ ഷൈനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഷൈനിയുടെ കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി ഷൈനി പല വഴി നോക്കി. ആ വഴികളൊന്നും ക്ലിയർ ആകാതിരുന്നത് കൊണ്ടാണ് ഷൈനി ഇങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഒറ്റയ്ക്ക് ജീവൻ ഒടുക്കിക്കഴിഞ്ഞാൽ ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കാര്യം ആര് നോക്കും? എടാ UK പന്നപ്രക്കാണ്ടി, നീ നോക്കൂടാ. ഈ പറയുന്ന മൊണ്ണ നോബിയുടെ വക്കാലും പിടിച്ചുകൊണ്ടല്ലോടാ നീ സംസാരിക്കുന്നേ. ഈ നോബി പോലും ആ പിള്ളേരെ ഒന്ന് വിളിക്കുവോ, ആ പിള്ളേർക്ക് വേണ്ടതൊന്ന് സപ്പോർട്ട് ചെയ്യുകയോ, ആ പിള്ളേർക്ക് ഒരു പൈസ കൊടുക്കുകയോ ചെയ്തിട്ടില്ലാത്ത പരമമാറി കിടക്കുമ്പോൾ നീ ഷൈനിക്കെതിരെ കേസ് എടുക്കണമെന്ന രീതിയിൽ നീ എത്തുന്നുണ്ടല്ലോ. എടാ, ആ കൊച്ച് ഇങ്ങനത്തെ ഒരു കടുങ്കൈ ചെയ്തത് അതിന് നിക്കക്കണ്ണി ഇല്ലാത്തത് കൊണ്ടാണ്. അത് സ്വന്തം വീട്ടിൽ ആ കുഞ്ഞുങ്ങളെ ഒന്ന് നിർത്തമ്മേ, ഞാൻ പോയി ഒരു ജോലിക്ക് പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ പോലും അവർ അതിന് സമ്മതിച്ചില്ലെന്നേ. എങ്ങനെയാ അപ്പോൾ പിന്നെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് അതെന്ത് ചെയ്യും? എവിടെങ്കിലും ഒന്ന് നിർത്താൻ പറ്റുമോ? ഹോസ്റ്റലൊന്നും സെറ്റ് ആവുന്നില്ല. അതോടൊപ്പം തന്നെ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ കുടുംബശ്രീയിലെ അവർ ഫോൺ വിളിക്കുന്നു. ഈ നാറിയാണ് പെറ്റീഷനിൽ, അത് ഡൈവോഴ്സ് പെറ്റീഷനിൽ സൈൻ ചെയ്യുന്നില്ല. അങ്ങനെ പൈസ കിട്ടിയിരുന്നെങ്കിൽ അത് കുടുംബശ്രീയിലെ പൈസ കൊടുക്കാമായിരുന്നു. കുടുംബശ്രീയിലെ പെണ്ണുങ്ങൾ വിളിച്ച് തെറി വിളിക്കുന്നു. ഇതെല്ലാം ആയപ്പോഴത്തേന് ഷൈനി എന്ത് ചെയ്യുമടാ? എന്ത് ചെയ്യും? നീ ഒന്ന് പറ. എവിടെങ്കിലും ജോലി നോക്കി അത് കിട്ടുന്നില്ല. അപ്പോൾ ആ പെണ്ണ് എന്ത് ചെയ്യും? നീ എന്തുകൊണ്ട് സഹായിച്ചില്ലടാ? ഇപ്പം വന്ന് നീ കുണവിധാരം അടിക്കുന്നുണ്ടല്ലോ. നീ പറയുന്ന നോബി ഉണ്ടല്ലോ, നോബിയോട് ചോദിക്കടാ അവൻ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന്. അവന് ചെയ്യാമായിരുന്നല്ലോ, അവൻ എന്തുകൊണ്ട് ചെയ്തില്ല? അവൻ ആ പെണ്ണിനെ കെട്ടി അതിനെ ചെയ്യാവുന്നതിൻ്റെ അപ്പുറത്തെ ക്രൂരത ചെയ്തിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ആ പെൺകൊച്ച് വീട്ടിൽ വന്നപ്പോഴും ഇവൻ കൊടുക്കേണ്ട പൈസ കൊച്ചുങ്ങൾക്ക് ഒരു ചെലവിന് കൊടുക്കണ്ടേ? അതുപോലും ഇവൻ കൊടുത്തിട്ടില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു തന്തയുണ്ട്. ആ തന്ത അതിനപ്പുറം എന്ത് ചെയ്യുമടാ? നീ ഇങ്ങനെ വന്ന് കുണവിതാരം അടിച്ച് നീ വലിയ മാനി അടിക്കുന്നുണ്ടല്ലോ. നിന്റെ ഫോട്ടോ ഇല്ലാതായി പോയി. എന്തായാലും നീ പറ ബാക്കി. 2 കുട്ടികളെ കൊണ്ടല്ലേ അവര് ആ ട്രെയിനിന് മുമ്പിൽ ചാടിയത്. അവരൊറ്റയ്ക്ക് ആത്മഹത്യ ചെയ്യുമായിരുന്നെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒറ്റയ്ക്ക് ആത്മഹത്യ ചെയ്തായിരുന്നെങ്കിൽ നിനക്ക് കുഴപ്പമില്ലായിരുന്നില്ലയോ? എടാ, നിന്നെ എന്താടാ ഞാൻ പറയേണ്ടത്? എടാ, അവരുടെ മാനസികാവസ്ഥ ഷൈനി ചെയ്തതിനെ ന്യായീകരിക്കുകയൊന്നുമല്ല. ഷൈനി ചെയ്തത് തെറ്റാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ആ ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, എല്ലാം ഓക്കെയാണ്. പക്ഷെങ്കിൽ ഇവിടെ ഷൈനിയുടെ മുമ്പിൽ ഒരു വഴിയുമില്ല എന്ന് ആ പെൺകുട്ടിക്ക് തോന്നിയത് കൊണ്ടാണ് ആ പെൺകുട്ടി അങ്ങനെ ചെയ്തത്. അപ്പം നീ വന്നിട്ട് ഇപ്പോൾ ഷൈനിയെ കുറ്റപ്പെടുത്തുന്നു, ഷൈനിക്കെതിരെ കേസ് എടുക്കണം എന്ന രീതിയിലൊക്കെ നീ പറയുന്നുണ്ടല്ലോ. നീ പറയുന്ന ഷൈനിയുടെ വീടിൻ്റെ അയൽവക്കക്കാരനാണെന്ന് നീ പറയുമ്പോൾ, എടാ, നിന്നെ കൊണ്ടും ചിലതൊക്കെ ചെയ്യാൻ കഴിയുമായിരുന്നു. ഇല്ലേ? ഒരു പെങ്കൊച്ച് ഭർത്താവിൽ നിന്ന് ഒഴിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അവർക്ക് ജോലി അങ്ങ് സെറ്റ് ആവുന്നില്ല എന്ന് അറിഞ്ഞു കാണുമല്ലോ. നീ നിന്റെ അയൽവക്കക്കാരനാണെന്ന് നീ അറിഞ്ഞു കാണുമല്ലോ. അപ്പം നീ എന്തുകൊണ്ടാണ് നീ ഒന്നും സഹായിക്കാഞ്ഞേ?
നീ സഹായിച്ചില്ലല്ലോ. നീ ഇപ്പോൾ വന്നിട്ട് ഷൈനിക്കെതിരെ കേസ് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നില്ലല്ലോടാ. നീ ആരുടെ വക്കാലത്തും മേടിച്ചോണ്ടാടാ നീ ഇറങ്ങിയിരിക്കുന്നത്? എന്തായാലും നീ ബാക്കി പറ. തീരുമാനമാണെന്നുള്ളത് അവര് പറക്കപ്പറ്റാത്ത ഈ 2 കുട്ടികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോലും തീരുമാനങ്ങൾ എടുത്ത് അവരെ ഫോഴ്സ് ചെയ്യുമായിരുന്നല്ലേ. അപ്പം കുട്ടികൾ കൺവിൻസ്ഡ് ആയെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് കൺവിൻസ്ഡ് ആകാനും മാത്രമുള്ള ഒരു പ്രായമാണ് അവർക്കുള്ളത്. അവർ ജസ്റ്റ് 10ഉം 12ഉം വയസ്സുള്ള 2 പൊടിക്കുഞ്ഞുങ്ങളല്ലേ. അപ്പൊ ഈ ഒരു ആസ്പെക്ട് ചർച്ച ചെയ്യാതെ ഷൈനി എന്തോ വലിയൊരു മഹത്തരമായ ഒരു കാര്യമാണ് ചെയ്തത് എന്നുള്ള ഒരു തെറ്റായ ധാരണ. എടാ മോനെ, ഷൈനി ഇവിടെ മഹത്തരമായ കാര്യം ചെയ്തു എന്ന് ആരെങ്കിലും പറഞ്ഞോടാ? ഷൈനി ചെയ്തത് തെറ്റാണെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടല്ലോടാ, സാഹചര്യങ്ങൾ അത് നീ മനസ്സിലാക്ക്. ആ സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ച ചില നാറുകളുണ്ടല്ലോടാ, അതൊന്നും നീ എന്താടാ കാണാത്തത്? ആ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി പല മാർഗങ്ങൾ ട്രൈ ചെയ്തവളാണ് ഈ ഷൈനി. അന്നേരം ഒന്നും നിന്റെ ഒന്നും കണ്ണു തുറന്നില്ലല്ലോടാ. ഇപ്പൊ വന്നിട്ട് നീ ഷൈനിക്കെതിരെ നീ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ടല്ലോ. ആ കൊച്ചിനെ നീയൊക്കെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ എടാ പള്ളിക്കാർ പോലും ആ കൊച്ചുങ്ങൾക്ക് വേണ്ടതൊന്നും ചെയ്തു കൊടുത്തില്ല. ഒരുത്തനുണ്ടല്ലോ, ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞല്ലോ, ബോബി, ആ പരമനാറി വരെ ഈ പറയുന്ന കുഞ്ഞുങ്ങൾക്ക് എതിരായിട്ട് നിന്നു, ഈ പറയുന്ന ഷൈനിക്ക് എതിരായിട്ട് നിന്നു, കിട്ടേണ്ട ജോലി വരെ തട്ടിക്കളഞ്ഞു. ഈ പന്നനാറി ഉണ്ടല്ലോ, ഭർത്താവ് എന്ന് പറയുന്ന നോബി, അവൻ വരെ, ഈ പറയുന്ന അച്ഛൻ വരെ, സ്വന്തം അപ്പൻ വരെ പല പറയേണ്ടാകാത്ത കാര്യങ്ങൾ പറഞ്ഞു. തിന്ന ചോറിനും TV കാണുന്നതിനും എല്ലാത്തിനും കണക്ക് പറഞ്ഞു. അമ്മ, ഈ കുഞ്ഞുങ്ങളെ ഇവിടെ ഒന്ന് നിർത്ത്, ഹോസ്റ്റലെങ്ങും കിട്ടുന്നില്ല, ഞാൻ എവിടെയെങ്കിലും ഒന്ന് പോയി ജോലി ചെയ്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതിനും അവർക്ക് സമ്മതിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു കുടുംബത്ത്, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്ത് എന്ത് ചെയ്യുമടാ പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട്? ആത്മഹത്യയെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയൊന്നുമല്ല. പക്ഷെ നീ പറഞ്ഞ കാര്യം, നീ എന്താണ് നീ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഷൈനി തെറ്റുകാരിയാണ്, ഷൈനിക്കെതിരെ കേസ് എടുക്കണം എന്നുള്ള ഒരു രീതിക്കാണ് നീ പറയുന്നത്. അപ്പൊ നീ ആരെ വെളുപ്പിക്കാനാടാ ഇവിടോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്? പരമനാറി, നീയൊക്കെ എങ്ങനെയാടാ UK പോയി ഉണ്ടാക്കുന്നേ? നിനക്ക് എങ്ങനെ UK പോകാൻ പറ്റി? അതെങ്ങനെ വേറെ ദോഷികൾക്കൊക്കെ പോകാൻ പറ്റുമായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും ബാക്കിയോടെ നീ പറ. പരത്തി കഴിഞ്ഞാൽ അത് ഒരു ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതങ്ങളല്ലേ സമൂഹത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ചർച്ച ചെയ്തത് ഷൈനിയുടെ കഷ്ടപ്പാടുകളെ പറ്റി അത് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. എങ്കിൽ പോലും ഈ ഒരു ആസ്പെക്റ്റില്ലേ, ഷൈനി ഒരുപക്ഷെ ആത്മഹത്യക്ക് വേറൊരു രീതിയിലായിരുന്നു ശ്രമിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ അവര് വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു, കുട്ടികൾക്കും വിഷം കൊടുത്തു എന്ന് വിചാരിക്കുക. ഇവര് 3 പേരും രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ കുട്ടികൾ മരിച്ചു, ഷൈനി രക്ഷപ്പെട്ടു. ഷൈനി അറസ്റ്റ് ചെയ്യപ്പെടത്തില്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആസ്പെക്ട്? ആ ഒരു കാര്യം, ആ ഒരു ആസ്പെക്ടിനെ കുറിച്ചും കൂടി ചർച്ച ചെയ്യണ്ടേ? അതാണ് എൻ്റെ ഒരു സംശയം. ഇവിടെ UK സതാംപ്ടണില് ഹലോ പ്രേക്ഷകരെ, നിങ്ങൾ കേട്ടോ അവന്റെ ആ ഒരു കണ്ടുപിടുത്തം? ഇവന്റെ കണ്ടുപിടുത്തം കണ്ടോ? അതായത് ഇവൻ പറയുന്ന രീതി കണ്ടോ? ഷൈനി മരിക്കേണ്ടത് വേറെ രീതിയിൽ, വിഷം കഴിച്ചിട്ട് ഷൈനി മരിക്കാതിരുന്നിരുന്നെങ്കിൽ ഷൈനിക്കെതിരെ കേസ് എടുക്കത്തില്ലായിരുന്നു എന്ന രീതിയിലൊക്കെയാണ് ഇവൻ പറയുന്നത്. എടാ, ഷൈനി ഒരിക്കലും ഇത് പ്ലാൻ ചെയ്ത് ഞാനിങ്ങനെ മരിക്കണം അല്ലെങ്കിൽ ഞാനിങ്ങനെ എല്ലാവരെയും കൊണ്ട് ചാവണമെന്ന് ഉദ്ദേശിച്ച ആളല്ല. അവരുടെ സാഹചര്യങ്ങളാണ്. എത്ര ഗതി കെട്ടിട്ടാണ് ആ പെണ്ണ് ഇങ്ങനെ ചെയ്തത്. അതാദ്യം നീ മനസ്സിലാക്കടാ, അത് നീ മനസ്സിലാക്ക്. അതൊന്നും നീ മനസ്സിലാക്കാതെ നീ ഇങ്ങനെ കുണവിധാരം അടിക്കുന്നുണ്ടല്ലോടാ. നീ UK യിലിരുന്ന് കുണവിധാരം അടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എടാ, ഈ സാഹചര്യത്തിലൂടെ പോകുന്നവരെ ഒന്ന് കൈത്താങ്ങാക്കി നിർത്താനുള്ള ഒരു കാര്യം കൂടെ നീ പഠിക്കണം, കേട്ടോടാ. എടാ, നമ്മളെപ്പോലുള്ളവരെയൊക്കെ കോൺടാക്ട് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ വീഡിയോ ഇട്ടേനെ ഇവർക്ക് വേണ്ടി. പക്ഷേങ്കിൽ നിന്നെയൊക്കെ നീ പറഞ്ഞല്ലോടാ നിന്റെ അയലോക്കത്തുള്ളവരാണെന്ന്, എന്നിട്ട് നീ കൊലത്തിയില്ലല്ലോടാ. എന്നിട്ട് നീ വന്നിട്ട് ഇപ്പം ഷൈനിക്കെതിരെ ഷൈനി ചെയ്തത് തെറ്റാണ്, നീ ആരെ വിളിപ്പിക്കാൻ ഇറങ്ങിയതാ? നോബിയെയോ? അതോ നോബിയുടെ മറ്റേ ചേട്ടൻ അച്ഛനെയോ ഷൈനിയെ കുറ്റക്കാരാക്കിക്കൊണ്ട്? എടാ എന്തിനവനെ, നിന്നെ എന്താ ഇത് കൂടുതൽ പറയേണ്ടേ? ഇനി ഇതിനൊക്കെ മറുപടി ഈ പ്രേക്ഷകർ തന്നോളൂ. എൻ്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾക്ക് എന്താണ് ഇവന് കൊടുക്കാനുള്ള മറുപടി കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടോ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.